വലിയ സംഭവം ഹിജ്റയാണ്. ആ ഹിജ്റയെ കണക്കിലെടുത്തിട്ട് ആ ഹിജ്റ നടന്ന വർഷം ഏതാണോ അതിലേക്കുള്ള മുഹറം മുതൽക്ക്, കാരണം മുഹറം മുതൽക്കാണ് ലോകം അതിന് മുമ്പ് എണ്ണി വരുന്നത്. അതനുസരിച്ച് മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ അവ്വൽ എന്ന് പറഞ്ഞ് എണ്ണി വന്നു. അങ്ങനെയാണ് ഹിജ്റ കലണ്ടർ നടപ്പിലായത്. അത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് വ്യാപകമായി പ്രചാരത്തിലായി. ആ കലണ്ടറിന്റെ വ്യവസ്ഥയാണിത്. ആ വ്യവസ്ഥയാണ് 4-ാം നൂറ്റാണ്ട് വരെ പോരില്ലാതെ നടന്നു എന്നാണ് ചരിത്രത്തിൽ മനസ്സിലാകുന്നത്. 4-ാം നൂറ്റാണ്ടിന് ശേഷം 5-ാം നൂറ്റാണ്ട് വന്നപ്പോൾ ഇസ്ലാമിക സാമ്രാജ്യം പിളർന്നു, ഖിലാഫത്ത് നഷ്ടപ്പെട്ടു. അതോടുകൂടി ഓരോ നാടുകളും സ്വതന്ത്ര നാടുകളായി. ഓരോരോ ഭരണാധികാരും സ്വതന്ത്ര രാജാക്കന്മാരും ഖലീഫമാരുമായി മാറി. അപ്പോൾ അവിടെയുള്ള പണ്ഡിതന്മാർ അവർക്ക് അനുകൂലമായ പത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നാട്ടിൽ മാസം കണ്ടാലേ ഇമ്മാസാവുള്ളൂ, ഇന്നാട്ടിൽ മാസം കണ്ടാലേ ജനങ്ങൾക്ക് പെരുന്നാളാക്കാൻ പറ്റൂ, നോമ്പാക്കാൻ പറ്റൂ എന്നൊക്കെ ഉള്ള പത്തുകൾ വന്നു. അങ്ങനെ ഭിന്നിച്ചതാണ് കൂട്ടരെ ഇത്. അപ്പൊ ഖുർആനിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു വിളിക്കപ്പെട്ട നവോത്ഥാന പ്രസ്ഥാനക്കാരോട് എനിക്ക് പറയാനുള്ള വിനീതമായ അപേക്ഷ, ഈ യാഥാർത്ഥ്യത്തിലേക്ക് മുസ്ലിം ലോകത്തെ തിരിച്ചു കൊണ്ടുപോകണം. ഏതോ ദിശയിൽ നമ്മെ ദിശ മാറ്റിയിരിക്കുന്നു. കിഴക്ക് നോക്കി തീരുമാനിക്കേണ്ട ഉറുദുൽ കദീം കൊണ്ട് തീരുമാനിച്ച് പിറ്റേ ദിവസം ചന്ദ്രനില്ലാത്ത ദിവസം തീരുമാനിച്ച് അതിന്റെ പിറ്റേ ദിവസം 1-ാം തീയതിയാണെന്ന് പറയുന്ന അവരുടെ കാഴ്ചയുടെ അഹില്ലത്തിന് ഓരോ ദിവസത്തെയും ചന്ദ്രന്റെ ദിവസം കണ്ടുപിടിക്കാൻ ഒരു പണിയില്ല. ഒരു 3 മാസം എന്റെ ശ്രോതാക്കളായ മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ തയ്യാറുണ്ടോ? 3 മാസം തുടർച്ചയായിട്ട് ചന്ദ്രന്റെ നിരീക്ഷണം നടത്തിയാൽ പ്രവാചകൻ പറഞ്ഞു സൂമൂല്യത്തി, കാഴ്ചയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നോക്കി പറഞ്ഞല്ലോ. കാഴ്ചയെ അടിസ്ഥാനപ്പെടുത്തണം, കണ്ടിട്ടുന്നല്ല, കാഴ്ചയെ അടിസ്ഥാനമാക്കണം. അതെങ്ങനെ അടിസ്ഥാനമാക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കണക്കാക്കി പറഞ്ഞിട്ടുണ്ട്. നബിയുടെ അജണ്ട തീരുമാനിച്ചത് എങ്ങനെയാ? അവരെത്താൻ തീരുമാനിച്ചെങ്ങനെയാ? 7-ാം തീയതി അർദ്ധചന്ദ്രൻ തലക്ക് മുകളിൽ കണ്ടതിന്റെ പേരിലാണ്. സൂര്യാസ്തമന സമയത്ത് നല്ല അടയാളമാണ്, ചെക്ക് പോയിന്റ്, ചന്ദ്രന്റെ ചെക്ക് പോയിന്റ് ആണത്. 1-ാം തീയതി നമുക്ക് തീരുമാനിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഹജ്ജ് പോലെയുള്ള ലോകാടിസ്ഥാനത്തിലുള്ള ഇബാദത്തിന് തീരുമാനിക്കാൻ, ഡേറ്റ് തീരുമാനിക്കാൻ നല്ല ഉപാധിയുണ്ട്. ചന്ദ്രനെ നോക്കിയിട്ട് ആ ചന്ദ്രനെ നോക്കാം. എന്താ നോക്കേണ്ടത്? 7-ാം തീയതി നോക്കിയാൽ മതി. 7-ാം തീയതി അസ്തമിക്കുന്ന സമയത്ത് നെറുകം തലയിൽ നീർപ്പകുതി ചന്ദ്രനെ കാണാം. സൂര്യൻ അസ്തമിക്കുമ്പോഴേ നല്ലോണം പഠിച്ചോളികൾ, ഇത് വേറെ മൊയിലാക്കന്മാർക്ക് പറഞ്ഞു തരില്ല. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നേർപകുതി ചന്ദ്രനെ ഓരോരുത്തരുടെയും നാട്ടിന്റെ നേരെ മുകളിൽ ഏതാണ്ട് ആവറേജിൽ കാണാം. നല്ല ചെക്ക് പോയിന്റാ. അപ്പൊ നാളെ 8-ാം തീയതി തീരുമാനിക്കുക. ഹാജിമാരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് അങ്ങനെയാണ്. ഇബ്നു അബ്ബാസ് പറയുന്ന റിപ്പോർട്ടുകൾ ചരിത്രത്തിലുണ്ട്. 7-ാം തീയതിയാണ് അവർ ഹജ്ജ് തീരുമാനിച്ചത്. നാളെയാണ് മിനായിലേക്ക് പോകേണ്ടത് തീരുമാനിച്ചത്. ചന്ദ്രനെ നോക്കിയിട്ടാണ്. അവർക്ക് വേറെ ഉപാധിയില്ല, കണ്ടറില്ല, പഞ്ചാംഗമില്ല, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അന്നേരം തീരുമാനിക്കാൻ കഴിയില്ല. നോക്കുക 17-ാം തീയതി നോക്കിയാൽ മതി. സൂര്യൻ അവിടെ അസ്തമിക്കുമ്പോ കിഴക്ക് ചന്ദ്രൻ ഉദിക്കും. ഇതന്നെ 180, 360 ഡിഗ്രിയിൽ. അതിൽ 180 ഡിഗ്രി ഇങ്ങനെ പകുത്തു കൊടുത്താൽ മതി. അവിടെ അസ്തമിക്കുമ്പോ ഇവിടെ ഉദിക്കും പൂർണ്ണ ചന്ദ്രൻ. അടയാളമാണത്. ചന്ദ്രനെ നോക്കി നിങ്ങള്. പിന്നെ 21-ാം തീയതി നോക്കി നിങ്ങള്. നേരെ മറിച്ച് ഇവിടെ ഇങ്ങനെ കണ്ടത് ഇങ്ങനെ കണക്കൂട്ടിക്കോളി. സൂര്യൻ അങ്ങോട്ട് ഉദിക്കണ സമയത്ത് നേർപകുതി ചന്ദ്രൻ തലക്ക് മുകളിൽ 21, പിറ്റേന്ന് 22. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ പറഞ്ഞ ഉർജുൽ ഖദീമിനെ കാണാം. ആ കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യോദയത്തിന്റെ 1.5 മണിക്കൂർ 1 മണിക്കൂർ മുമ്പ് ഉദിക്കുന്ന ചന്ദ്രൻ. അത് കണ്ട ഉർജുൽ ഖദീം മനസ്സിലായി. ആ 30 ദിവസമുള്ള മാസമാണെങ്കിൽ 29-ാം തീയതി കാണാം കിഴക്കൻ ചക്രവാളത്തിൽ. അത് അല്ലെങ്കിൽ 28-ാം തീയതി കാണാം. 28-ാം തീയതി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ നാളെയും കൂടി ഉള്ളൂ ഈ മാസത്തിന്റെ ദിവസം. നേരത്തെ കണക്കൂട്ടാൻ പറ്റും. അപ്പൊ 29-ാം തീയതി കഴിഞ്ഞാൽ പിറ്റേന്ന് 1-ാം തീയതിയാണ്. ഇനി 29-ാം തീയതിയാണ് ഉർജുൽ ഖദീം കാണുന്നതെങ്കിൽ ഉർജുൽ ഖദീമിന്റെ അടയാളമാണ്. സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷം സൂര്യോദയത്തിന്റെ 50 മിനിറ്റ് 1 മണിക്കൂർ മുമ്പ് ഉദിക്കണ ചന്ദ്രൻ. അത് മനോഹരമായിരിക്കും. ഖുർആൻ പറഞ്ഞ ചന്ദ്ര ആ ഈന്തപ്പനയുടെ പട്ട മുറിഞ്ഞു പോയാലുണ്ടാവും ഒരു മനോഹരമായ അടയാളം. അറബി നാട്ടിൽ പോയവർക്ക് ശ്രദ്ധിച്ചാൽ മതി, ഉള്ളവരും ശ്രദ്ധിച്ചാൽ മതി. വളരെ മനോഹരമായ കാഴ്ച. ആകാശത്തിൽ ചന്ദ്രനെ കാണുമ്പോൾ അതിനേക്കാളുണ്ടാവും. അതാണ് ഉർജുൽ ഖദീം. അത് കണ്ടാൽ പിറ്റുന്നുണ്ടാവില്ല എന്ന് മനസ്സിലാക്കാൻ ചന്ദ്രൻ. കാരണം സൂര്യനും ചന്ദ്രനും ഭൂമിയും കൂടി ഒരേ നേരേഖയിൽ വന്നു. പിന്നെ ചന്ദ്രനെ പൂർണ്ണമായിട്ട് ഭൂമി കാണൂല. അന്നത്തെ ദിവസം മുഴുവൻ അങ്ങനെ പോകും. ലോകത്ത് മുഴുവൻ ചന്ദ്രനെ കാണാത്ത ദിവസമുണ്ട്. ചന്ദ്രന്റെ സാക്ഷാൽ അസ്തമനമാണ് എന്നെങ്കിൽ പറയാതിന്. അത് കഴിഞ്ഞ് അതിന് പിറ്റുന്ന 1-ാം തീയതിയാണ്. കണക്കൂട്ടുകൾ പ്രയാസമില്ല, കണ്ടുണ്ടാക്കാം.
ഞാൻ ചോദിക്കട്ടെ, ഈ കാഴ്ചക്കാരായ ആളുകൾക്ക് ഒരു മാസത്തെ കലണ്ടർ ഉണ്ടാക്കാൻ പറ്റും? ഒരു മാസത്തെ കലണ്ടർ ഉണ്ടാക്കാൻ പറ്റും? എന്നിട്ടല്ലേ ഈ മഹാനായ മനുഷ്യനെ കുറ്റം പറയാൻ? അദ്ദേഹം 12 മാസത്തെ കലണ്ടർ ഉണ്ടാക്കി നിങ്ങളെ കയ്യിൽ തരുന്നുണ്ട്. നോക്കി നിങ്ങൾ വിവാദത്തോളി. ഒരു മാസത്തെ കലണ്ടർ ഉണ്ടാക്കി കാണാൻ തീരുമാനിക്കാൻ പറ്റുമോ? ദിൽഹിജ്ജ മാസത്തിന് 29 30 എന്നുള്ള തീരുമാനിക്കാൻ പറ്റും നിങ്ങൾക്കിപ്പോ? അപ്പൊ ഈ ഡേറ്റ് അനുസരിച്ച് വല്ല കാര്യങ്ങളും നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? മുഹറം 10-ാം തീയതി എപ്പോഴാണ് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? അതായത് മുഹറം 2-ാം തീയതി വെക്കുന്ന ഒരു പരിപാടി ഇന്ന ദിവസം നിങ്ങൾ പറയാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ മകളെ കല്യാണം ദിൽഹിജ്ജ 20 വിളിച്ചാൽ ഏത് ദിവസം വരാം? അപ്പൊ ഇത്രമാത്രം അശാസ്ത്രീയമാണോ ഇസ്ലാമിക കലണ്ടർ? അനിശ്ചിതമാണോ ഇസ്ലാമിക കലണ്ടർ? സംശയാസ്പദമാണോ ഇസ്ലാമിക കലണ്ടർ? ആ കലണ്ടറിന്റെ ഇംപ്ലിമെന്റേഷൻ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഉള്ള ത്യാഗോജ്ജലമായ പ്രവർത്തനത്തിലാണ് ഞങ്ങളുള്ളത്. അല്ലാതെ ഒരു ഏതെങ്കിലും മാസത്തിലെ വർത്തമാനം മാത്രം പറയാനുള്ളവരല്ല. അത് പിന്നെ മുസ്ലിങ്ങളെല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്ന ആളുകൾ ശ്രദ്ധിക്കും. അത് കുഴപ്പമായി ചിത്രീകരിക്കുന്ന അവസാനിപ്പിക്കണം. ഞാൻ ഈ വണ്ടൂർ അങ്ങാടിയിൽ വെച്ചിട്ട് നവോത്ഥാന പ്രസ്ഥാനത്തോട് ശക്തമായി പറയുകയാണ്, ഇനി ഞങ്ങൾ ആ തോന്നിയാൽ നിങ്ങൾ പറഞ്ഞാൽ ആക്ഷേപിക്കരുത്. ഞങ്ങൾ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കല്ല ചെയ്യുന്നത്. അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലെ പടച്ചവന്റെ കണക്കുണ്ടല്ലോ, ആ കണക്ക് വളരെ വ്യക്തമായി ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പറയാം. ഞാൻ ആദ്യം ഓതിക്കൽപ്പിച്ച ആയത്തുണ്ടല്ലോ, ആ ആയത്തിന്റെ അർത്ഥം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അള്ളാഹു തആലയാകുന്നു സൂര്യനെ ഒരു നിയാക്കി വെച്ചത്. നിയാ എന്താ? പ്രകാശവും ഊർജവും ചൂടും എല്ലാം ഒരുപോലെ പുറപ്പെടുവിക്കുന്ന ജ്വാലാഗ്നിയുള്ള ഒരു ഗ്രഹമാക്കി മാറ്റിയത്. 14 നൂറ്റാണ്ട് മുമ്പ് അള്ളാഹു പറഞ്ഞ വാക്കാണ് നിയാന്നുള്ള വാക്കാണ്, മോചിതത്തിന്റെ വാക്കാണ്. അത്ഭുതകരമായ പ്രയോഗമാണ് ഖുർആന്റേത്. സൂര്യന് ഈ ജാതി ഒരു സാധനമാണെന്നുള്ളത് അടുത്ത കാലത്ത് നമുക്ക് മനസ്സിലാണത്. 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ പറയാം, നൂറൻ, ചന്ദ്രൻ ഒരു ഒരു വെളിച്ചം മാത്രമാണ്, സൂര്യപ്രകാശം തട്ടി പ്രതിഫലിക്കണം. അല്ലാതെ ചന്ദ്രൻ എന്ത് ചെയ്യുന്നില്ല, സ്വയം പ്രകാശം പുറപ്പെടുവിക്കുന്നില്ല. കാരണം അത് കത്തിജ്വലിക്കുന്ന ഗ്രഹമല്ല, അതിൽ നിന്ന് ഈര്യം വരുന്നില്ല, അതിൽ നിന്ന് പ്രകാശം വരുന്നില്ല, അനേകം കിരണങ്ങൾ ഉണ്ടാകുന്നില്ല. പിന്നെന്തേയുള്ള ഒരു കണ്ണാടി പോലെ സൂര്യപ്രകാശം തട്ടി പ്രതിഫലിപ്പിക്കുന്ന ഒരു സാധനമാണ് ചന്ദ്രൻ. ഖുർആൻ അതിൽ മറ്റൊന്ന് പ്രയോഗം പഠിച്ചു, കമറ നൂറൻ, കമറിനെ നൂറാക്കി വെച്ചു അല്ലാഹു തആല, സൂര്യനെ നിയാക്കി വെച്ചു അല്ലാഹു തആല. വഖദ്ദറഹു മനാസില, ആ ചന്ദ്രന് മഞ്ചിലകളും വെച്ചു. ഒരു മഞ്ചില ഒരു ദിവസത്തിൻ്റെതാണ്. ഒരു ദിവസം ഒരു മഞ്ചിലയിലാണ് അതുണ്ടാകുക. 12 ഡിഗ്രി സൂര്യനിൽ നിന്ന് അകലുന്ന ഒരു മഞ്ചിലുണ്ട് ചന്ദ്രന്. അത് കണക്കാക്കിയാൽ മതി. ഖദ്ദറാണ് അള്ള കണക്കാക്കി കഴിഞ്ഞിരിക്കുന്ന മാവിയായ പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അറബി ഭാഷ അറിയുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവല്ലോ. ഖദ്ദറ ഹു, അവൻ ഒരു പുരുഷൻ. ഖദ്ദറ, അല്ലാഹു കണക്കാക്കി കഴിഞ്ഞതാണ് പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ. അപ്പൊ ഈ ദിൽഹിജ്ജയ്ക്ക് 29 ദിവസമുള്ളൂ എന്ന് ആകാശഭൂമികൾ പടച്ച നാളിൽ തന്നെ അല്ലാഹു തആല കണക്കാക്കി വെച്ചതെന്ന്. ആ കണക്ക് കൂട്ടരെ, കാരനുകാരെ, അതേ ജമാഅത്തുകാരെ, സമസ്തക്കാരെ, സമസ്തയിലെ എയും ബിയും മുജാഹിദിലെ എയും ബിയും ഒന്നും അധികാരമുള്ളതല്ല. അവർക്ക് ആർക്ക് അധികാരമില്ല എന്ന് വേർതിരിക്കാൻ. അത് മനസ്സിലാക്കാനുള്ള അനുഗ്രഹം റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചിട്ടുണ്ട് നമുക്ക്, സയൻസിന്റെ സഹായത്തോടുകൂടി കൃത്യമായിട്ട്. നിങ്ങൾ നോക്കൂ, ചന്ദ്രനിൽ മനുഷ്യന്മാർക്ക് പോയി ഇറങ്ങണമെങ്കിൽ എത്ര കാൽക്കുലേഷന്റെ അങ്ങേറ്റം ശരിയാവണം. കാരണം ഭൂമി തന്നെ സ്വയം കറങ്ങാണ്. അതിനോടൊപ്പം ഭയാനകമായ സ്പീഡിൽ ഓടിയാണ് ഭൂമി. സൂര്യനും സ്വയം കത്തിജ്വലിക്കുന്നു എന്ന് മാത്രമല്ല, അതും പ്രപഞ്ചത്തിലൊന്നായിട്ട് അത് ഇറങ്ങുന്നുണ്ട്. സൗരയൂഥം മുഴുവനുള്ള ഗ്രഹങ്ങളെയും കൂടെ അത് സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ തജ്രീ മുസ്തഖറില്ല എന്ന് പറയാൻ പറഞ്ഞല്ലോ. സൂര്യന് മുമ്പ് അതിൻ്റെതായ സഞ്ചാരം. ചന്ദ്രന് ഭയങ്കര സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതും സ്വയം കറങ്ങുന്നുണ്ട്. അവ സ്വയം കറങ്ങുന്ന ഭൂമി, ഓടിക്കൊണ്ടിരിക്കുന്ന ഭൂമി, സ്വയം കറങ്ങുന്ന ചന്ദ്രൻ, ഓടിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ, സ്വയം പ്രകാശിച്ച് ജ്വാല പുറപ്പെടുവിക്കുന്ന സൂര്യൻ, സഞ്ചരിക്കുന്ന സൂര്യൻ, ഇതൊക്കെ ചലനമാണ്. അതിനോടൊപ്പം ഭൂമിയിലുള്ള നമ്മൾ ഉറച്ചു കുത്തിരുന്നിട്ട് കമ്പ്യൂട്ടറും വെച്ച് കുത്തിരിക്കുക. നമ്മളൊരു വാഹനം ഉണ്ടാക്കി, ഒരു സ്പേസ് ഒരു വാഹനം ഉണ്ടാക്കി. എന്നിട്ട് അതിഭയാനകമായ സ്പീഡിൽ കത്തി എരിപ്പിച്ച് അവിടുന്ന് വിടുക. അതും ഭയങ്കരമായി ഓടുക. എന്നിട്ട് ഓടിയിട്ട് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന് ചുറ്റും ഓടുകയാണ്. എല്ലാ ഓട്ടം തന്നെ ചലനം. എന്നിട്ടോ
ഭൂമിയിലിരിക്കുന്ന കമ്പ്യൂട്ടർ റൂമിൽ ഇരുന്നിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാം ചന്ദ്രനിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഡിഗ്രിയിലുള്ള സ്ഥലത്ത് ഇന്ന പ്രദേശത്ത് നമ്മൾ അയച്ച ഈ സാധനം പോയി ഇറങ്ങണമെന്ന്. പോയി ഇറങ്ങുക. എന്നിട്ട് ആ ഇറങ്ങുന്നത് 4 ലക്ഷം കിലോമീറ്റർ ദൂരമുള്ള നമ്മളിവിടെ കമ്പ്യൂട്ടറിൽ കണ്ടുകൊണ്ടിരിക്കുക. ഭൂമിയിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടർ ഫിക്സ് ചെയ്ത ഏരിയയിൽ തന്നെ. അതിനൊക്കെ ചന്ദ്രന്റെ ആ ഗ്രഹണം പിന്നെ ആ ചന്ദ്രന്റെ ഇത് പഠിച്ചു നോക്കിയാൽ മതി, മനസ്സിലാക്കിയാൽ മതി. ചന്ദ്രത്തിൽ പോകുന്ന ആൾക്കാരുടെ യാത്രയെ പറ്റിയുള്ള പഠനം പഠിച്ചു നോക്കിയാൽ മതി. ആ സ്പേസ് വരെ ഓരോ പഞ്ചായത്തും ഓരോ വാർഡും നമ്മൾ എങ്ങനെയാണോ ഫിക്സ് ചെയ്തത് അതുപോലെ ചന്ദ്രന്റെ വാർഡും പഞ്ചായത്തും ഒക്കെ ഏതാണ്ട് ശാസ്ത്രം കണക്കാക്കി വെച്ചിട്ടുണ്ട്, ശാസ്ത്രലോകം. എന്നിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിടത്ത് ഈ സാധനം പോയി ഇറങ്ങാം. കർക്കർശനമായ കൃത്യമായ കണക്ക് പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ പോലെ തന്നെ ആ കണക്ക് മനസ്സിലായതുകൊണ്ടല്ലേ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നത്. അതാണ് ഖദ്ദറഹുവിന്റെ അർത്ഥം. ഈ കണക്കിന് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ആധുനിക യുഗത്തിലെ ശാസ്ത്രത്തിന്റെ ലോകത്തിന്റെ സഹായം കൊണ്ട് മുസ്ലിങ്ങളായ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. ആ സാധിച്ചത് അനുസരിച്ചിട്ട് നമ്മൾക്കത് ഉപയോഗിക്കുന്നതിന് ഖുർആനോ സുന്നത്തോ എതിരുണ്ടോ? നിങ്ങൾ ചോദിച്ചു നോക്കും നമ്മുടെ പണ്ഡിതന്മാരോട്. ഇൽമുൽ ഫലക് വൽ ഹിസാബ്, ഗണിതഗോള ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മാസം നിർണ്ണയിക്കുന്നതിന് ഖുർആൻ എതിരാണോ? സുന്നത്തെതിരാണോ? ഇജ്മാഎതിരാണോ? ഖിയാസ് എതിരാണോ? ലോകത്തുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഏതെങ്കിലും വാക്കുകൾ എതിരാണോ? എതിരില്ലെങ്കിൽ പിന്നെ എന്തിനാ കൂട്ടരെ നിങ്ങൾ ഇതിന് തർക്കം? ഒന്നെതിരല്ല, ഒക്കെ അനുകൂലിക്കുക ചെയ്യുന്നത്. കാരണം അള്ളാഹുവിന്റേതാണ് ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിന്റെ കണക്ക് അള്ളാഹുവാണ് നിർവഹിച്ചത്. ആ കണക്ക് മനസ്സിലായ കാലത്ത് മനസ്സിലാകാത്ത കാലം പോലെ ആകാൻ പാടില്ല. എഴുത്തുമാനും അറിയാത്ത കാലഘട്ടത്തിൽ നബി പറഞ്ഞില്ലേ, ഇന്നാ ഉമ്മത്തുൻ ഉമ്മിയ്യത്തുൻ ലാ നക്തുബു വലാ നഹ്സുബു അശ്ശറു ഹഖദാ വഹഖദാ വഹഖദാ വശ്ശറു ഹഖദാ വഹഖദാ വഹഖദാ. പറഞ്ഞില്ലേ പ്രവാചകൻ, ഫസ്റുമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി. ഹദീസ് പുറത്തെ ഓർവയായി വെച്ച് നോക്ക് നിങ്ങൾ. പ്രവാചകൻ പറഞ്ഞു, നമ്മൾ ഇന്നാ ഉമ്മത്തുൻ ഉമ്മിയ്യ, എഴുത്തുമാനും അറിയാത്ത ആൾക്കാരാണ്. ആ കാലഘട്ടമാണ്. എന്താ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്ന തെളിവ്? എഴുത്തുമാനും അറിയുന്ന കാലത്ത് ആ ജാതി വിദിത്തം പഴത്തരമോ അറിവില്ലായ്മ ഉണ്ടാകാൻ പാടില്ല. എല്ലാ പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെ. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇമാം ഫത്ഹുൽ ബാരി ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ഹദീസ് വളരെ വ്യക്തമാണ്. ഗോളശാസ്ത്രം ഗണിതശാസ്ത്രം അറിയുന്നവർക്ക് കണക്കനുസരിച്ച് തന്നെ ഇതെല്ലാം കൊണ്ടുനടക്കാൻ മാസം നിർണ്ണയിക്കാൻ അധികാരമുണ്ട്. അവർക്കതല്ലാതെ പാടില്ല എന്ന് പറഞ്ഞ ഇമാമികൾ വരെയുണ്ട്. ഇതൊക്കെ എന്തിനാണ് നമ്മൾ നവോത്ഥാന പ്രസ്ഥാനക്കാർ മറച്ചു വെക്കുന്നത്? ആരെ തൃപ്തിപ്പെടുത്താൻ? അതാണ് ഞങ്ങൾക്ക് വേദന തോന്നുന്നത്.